ഈ ഓണത്തിന് കൈനിറയെ ഓണക്കോടികൾ വേണോ? വിലയോർത്തിനി വിഷമിക്കേണ്ട. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട്. ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ്. ടോപ്പ് എക്സ് ലേഡീസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി, കിള്ളിമംഗലം, ഉദുവടി. വടക്കാഞ്ചേരിയിൽ BJP മാർച്ചിൽ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മിഥുന്റെ ആത്മഹത്യയിൽ നീതി തേടിയെത്തിയ BJP പ്രവർത്തകരെ തടയാൻ പോലീസ് 2 പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ബലം പ്രയോഗിച്ച് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതോടെയാണ് വാഴാനി റോഡിലെ സംഘർഷത്തിന് അയവായത്. വടക്കാഞ്ചേരിയിൽ സംഘർഷഭരിതം. BJP മാർച്ചിൽ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ജലപീരങ്കിയെ നേരിട്ട് പ്രക്ഷോഭകർ. കാട്ടുപന്നിയിറച്ചി കേസിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത BJP പ്രവർത്തകൻ മിഥുന്റെ സംഭവത്തിൽ നീതി തേടി വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് രംഗം ശാന്തമാക്കിയത്. സംഘർഷത്തെ തുടർന്ന് വാഴാനി റോഡിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. മിഥുന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക, കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രതിയുടെ കുറ്റസമ്മത മൊഴിക്ക് എന്ത് വിലയാണുള്ളത്? എവിഡൻസ് ആക്ടിൽ എന്ത് വിലയാണുള്ളത്? ഒരു പ്രതി പറയുകയാണ്, ഈ ആൾക്കാർ മുഴുവൻ, ഈ വടക്കാഞ്ചേരി മേഖലയിൽ മുഴുവൻ ആൾക്കാരും എന്റെ കയ്യിൽ നിന്ന് അറച്ചു വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പ്രതിയാക്കാൻ സാധിക്കുമോ? അയാൾ ഇവിടെ പന്നിയെ വേട്ടയാടി വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ഈ നാട്ടിൽ ആരെങ്കിലും പരാതിപ്പെട്ടാൽ അയാൾക്ക് വേണമെങ്കിൽ ആ പരാതിപ്പെട്ട ആളുകളെ മുഴുവൻ പേര് പറയാം. ഇവരൊക്കെയാണ് എന്റെ ഇറച്ചി വാങ്ങിയത് എന്ന് പറഞ്ഞാൽ അവരെ മുഴുവൻ പ്രതിയാക്കാൻ സാധിക്കുമോ? അപ്പൊ പ്രധാന കുറ്റവാളിയുടെ മൊഴി, ഒരു സ്ഥിരം ക്രിമിനലിന്റെ മൊഴിക്ക് എന്ത് വിലയാണുള്ളത്? സത്യത്തിൽ അയാളെ വെച്ച് പണമുണ്ടാക്കാനുള്ള ഏർപ്പാടല്ലേ ഇവിടുത്തെ ഫോറസ്റ്റുകാർ ചെയ്തത്? അതല്ലേ യാഥാർത്ഥ്യം? ഈ കേസിലെ 17 പ്രതികൾ ആ 17 പ്രതികളെ അശോക് രാജ് പ്രതിയാക്കി. അശോക് രാജ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, 3 തവണ ബ്രാഞ്ച് സെക്രട്ടറിയാ, കൊടിയ സഖാവാൻ. ആ സഖാവ് പ്രതിയാക്കുന്നു. എന്നിട്ട് എരുമപ്പെട്ടിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AK കണ്ണനെ വിളിച്ചു പറയുന്നു, ഞാൻ 17 പേരെ പ്രതിയാക്കിയിട്ടുണ്ട്, നീ പോയി പണം പിരിച്ചോ, 10,000 വെച്ച് പിരിച്ചോ. അങ്ങനെ CPM-ന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് 17 പ്രതികളെയും കാണുന്നു. 10,000 രൂപ വെച്ച് ആദ്യം ചോദിക്കുന്നു, ഒരാൾ കൊടുത്തു. പിന്നെ പറയുന്നു 10,000 പോരാ. അശോക് രാജിന്റെ വീട്ടില് ആദ്യം വിചാരിച്ച് 2 ലക്ഷത്തിന്റെ ആവശ്യമാണ്, പിന്നെ അയാൾക്ക് തോന്നി 4 ലക്ഷത്തിന്റെ ആവശ്യം. അപ്പൊ പറഞ്ഞു 10,000 പോരാ, 20,000 വെച്ച് പിരിച്ചോ. അങ്ങനെ വീണ്ടും പറഞ്ഞു 10,000 കൂടി വേണം. ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന പട്ടിണി പാവങ്ങളാണ്, കൽപ്പനിക്കാരാണ്. വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് അടുക്കുംതോറും സംഘർഷാവസ്ഥ രൂക്ഷമായി. വാഴാനി റോഡിൽ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രവർത്തകർ തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെയാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത്. പ്രവർത്തകരുടെ ആക്രമണോത്സുക നീക്കങ്ങളെ തുടർന്ന് പോലീസ് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ ഇതിനുശേഷവും പിരിഞ്ഞുപോകാതെ പ്രക്ഷോഭം തുടർന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് 2ാം തവണയും ജലപീരങ്കി ഉപയോഗിച്ചു. ജലപീരങ്കിക്ക് മുന്നിൽ ശക്തമായ പ്രതിരോധം തീർത്ത BJP പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ പിരിഞ്ഞുപോകാത്ത പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് വാഴാനി റോഡിലെ സംഘർഷത്തിന് അയവ് വന്നത്.
ഫോറസ്റ്റ് വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസർ അശോക് രാജിനെതിരായ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ഉയർത്തിയത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് BJP മണ്ഡലം നേതൃത്വം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.